ഈശോ മിശിഹായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 11-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്നത് യേശു തന്റെ മനുഷ്യാവതാരം വഴി മനുഷ്യർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി എന്നതിനെ കുറിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവിടുത്തെ സ്വീകരിച്ചവർക്ക്, അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് അവിടുന്ന് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. നമ്മളെ ദൈവമക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ് ദൈവപുത്രനായ ഈശോ മനുഷ്യപുത്രനായി അവതരിച്ചത്. അതുകൊണ്ട് ക്രിസ്മസ് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ യേശു മനുഷ്യപുത്രനായി അവതരിച്ചു എന്ന് ധ്യാനിച്ചാൽ മാത്രം പോരാ, മറിച്ച് മനുഷ്യരായി നമ്മൾ ദൈവമക്കളായി മാറാൻ വേണ്ടി പരിശ്രമിക്കുകയും കൂടി വേണം. നമ്മൾ ദൈവമക്കളായി തീരുക എന്നതായിരുന്നു യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ദൈവമക്കളായി മാറിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളാകാൻ നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം വീണ്ടും വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഈശോ മനുഷ്യപുത്രനായി സ്ത്രീയിൽ നിന്ന് ജാതനായത് മനുഷ്യരെ ദൈവമക്കളാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്മസിൽ 2 ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദൈവപുത്രൻ മനുഷ്യപുത്രനായി മാറുന്നത്. 2, മനുഷ്യമക്കൾ ദൈവമക്കളായി മാറുന്നത്. അങ്ങനെ യേശുവിലൂടെ ദൈവമക്കളായി മാറി പിതാവായ ദൈവത്തെ അബ്ബ, പിതാവേ എന്ന് വിളിക്കാൻ കഴിവ് നൽകപ്പെട്ടിരിക്കുന്നു നമുക്ക്. ഈ ഒരു വലിയ സത്യത്തെ കുറിച്ച് ഈ നാളുകളിൽ ചിന്തിക്കുകയും ആ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ നാം ആഗ്രഹിക്കുകയും വേണം. അങ്ങനെ യേശുവിലൂടെ പിതാവായ ദൈവത്തെ അറിയുവാനും അവിടുത്തെ പിതാവേ എന്ന് വിളിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യമക്കളുടെ അവസ്ഥയിൽ നിന്ന് ദൈവമക്കളുടെ അവസ്ഥയിലേക്ക് നീങ്ങാനായി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.